ഒരു നവവധുവിൻ്റെ നാണവും സന്തോഷവുമെല്ലാം മുഖത്തണിഞ്ഞുകൊണ്ട് ആമി സ്വാതിക്കും അമ്മയ്ക്കുമൊപ്പം അമ്പലനടയുടെ മുന്നിലേക്ക് വന്നു. അവൾക്ക് പുറകിലായി ഒരു വലിയ താലത്തിൽ ആമയ്ക്കും ദർശനും അണിയാനുള്ള തുളസിമാലയുമായി ശ്രുതിയും വന്നു. ദർശനെ ഒന്ന് നോക്കി ചിരിച്ച ശേഷം അവൾ അമ്പിക്കരികിലേക്ക് ചെന്നു. എടി, നീയും കൂടെ ചേർന്ന് നടത്തിയ ചതിയായിരുന്നു ഇത് അല്ലേ? പല്ല് ഞെരിച്ച് ദേഷ്യത്തോടെ അമ്പി ചോദിച്ചു. അപ്പോഴും അവൻ്റെ നോട്ടം മനുവിന് കയ്യിലിരിക്കുന്ന തോക്കിലേക്കായിരുന്നു. ഞാനും കൂടെ ചേർന്ന് നടത്തിയ ചതിയല്ല, ഞാനാണ് ഈ ചതിയുടെ മുഖ്യ പങ്കാളി. യാതൊരുവിധ ഭാവമാറ്റവുമില്ലാതെ കണ്ണ് ചിമ്മി ഒരു സാധാരണ കാര്യം പറയുന്നത് പോലെ അവൾ അവരോട് പറഞ്ഞു. എങ്ങനെ തോന്നിയടി നിനക്ക് ഞങ്ങളെ ചതിക്കാൻ? പകയെരിയുന്ന കണ്ണുകളോടെ അമ്പി ചോദിച്ചു. അയ്യോ, എൻ്റെ സത്യസന്ധതയുടെ നിറകുടമേ! അമ്പിയെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് നിഖിൽ തുടർന്നു. കുറേ നാളു മുൻപ് ഈ അമ്പലനടയിൽ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തി നിങ്ങൾ നടത്തിയതും ഇതേ ചതി തന്നെയല്ലേ? അന്ന് മോൻ ഓർത്തില്ല പണിക്കൊരു മറുപണി തിരിച്ചു വരുമെന്ന്. എടാ, ഈ ആയുധം കാണിച്ച് നീയൊക്കെ ഞങ്ങളെ പേടിപ്പിച്ച് നിർത്തി. പക്ഷേ ഇതുകൊണ്ടൊക്കെ അവസാനിച്ചു എന്ന് കരുതണ്ട മോനെ. അതിന് ആര് പറഞ്ഞു അവസാനിച്ചെന്ന്? ഇതൊരു തുടക്കം മാത്രമാണ് അമ്പി. നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ആമിമോള് നേരം കളയാതെ അങ്ങോട്ട് ചെല്ല്, മുഹൂർത്തം തെറ്റും. അമ്പിയോട് ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും ആമിയുടെ മുഖത്തേക്ക് നോക്കിയതും ഒരു ചിരിയോടെ നിഖിൽ പറഞ്ഞു. അവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ആമി എല്ലാവർക്കുമൊപ്പം ചെന്ന് നിന്നു. ദർശനം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആ നേരം വരെ. ദർശ, ആ താലിയങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ ഒഫീഷ്യലായി ഇവൾ നിന്റെ ഭാര്യയായി. പിന്നെ സൗകര്യം പോലെ കണ്ണും കണ്ണും നോക്കിയിരിക്കാം രണ്ടുപേർക്കും, എത്ര തവണ വേണമെങ്കിലും. തൽക്കാലം ഇപ്പോൾ ഞങ്ങളെയൊക്കെ കാത്തു നിൽപ്പിക്കാതെ താലി മേടിച്ച് കെട്ടിക്കൊടുക്കടാ ആ കൊച്ചിന്. ദർശന്റെ ചെവിയിലായി വളരെ പതുക്കിയാണ് ഡാനി അത് പറഞ്ഞതെങ്കിലും അത് എല്ലാവരും കേട്ടു. അതിൻ്റെ ഭാഗമായി അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് താലി കെട്ടിക്കോളൂ മോനെ. ശാന്തി പറഞ്ഞതും പിന്നെ ഒട്ടും വൈകിക്കാതെ ദർശൻ താലി വാങ്ങി ആമിയുടെ കഴുത്തിലണിഞ്ഞു. ദർശൻ താലി കഴുത്തിൽ ചാർത്തുന്ന നിമിഷം ആമി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ദേവി ആമിയുടെ പുറകിലേക്ക് വന്ന് ആ താലി ചേർത്ത് കെട്ടി. നെറുകയിൽ സിന്ദൂരമണിഞ്ഞ നിമിഷം അവൻ്റെ അധരങ്ങളും അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. ചെറുതായൊന്ന് അവിടെ മുത്തി. ഒരു ചിരിയോടെ അവൻ അവളെ നോക്കി. ആമിയുടെ മുഖത്തും അന്നേരം വിരിഞ്ഞു നാണം നിറഞ്ഞ ഒരു പുഞ്ചിരി. എല്ലാം കണ്ടുകൊണ്ട് ഒരു ചിരിയോടെ ദേവി ആമിക്കരികിലായി ചേർന്ന് നിന്നു. ഓഹ്, കല്യാണത്തിന് സമ്മതിക്കാൻ പറഞ്ഞപ്പോൾ എന്തൊരു ഗമയായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തൊരു ധൃതിയാ താലി കെട്ടാൻ. ദേവി പറയുന്നത് കേട്ട് ചമ്മലോടെ ഒന്ന് ചിരിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദർശനൊന്ന് ചിരിച്ചു. മോനെ ദർശ, ആ എള്ളുതിരി തിരിച്ചു വരുന്നുണ്ട്. നിഖിൽ പറയുന്നത് കേട്ട് എല്ലാവരുടെയും നോട്ടം അമ്പലമുറ്റത്തേക്കായി. ദർശൻ ദേവിയെ തനിക്കരികിൽ നിന്നും നീക്കി വിച്ചുവിൻ്റെ അടുത്തേക്ക് നിർത്തി. ആമിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഞാൻ ഇത്രയധികം എള്ളുതിരിയൊന്നും ഒന്നിച്ച് കത്തിച്ചിട്ടില്ല, അതുകൊണ്ടാ സമയമെടുത്തത്. എല്ലാവരുടെയും നോട്ടം തനിക്ക് നേരെയാണെന്ന് കണ്ട് താനിനി വൈകിയത് കൊണ്ടാണോ എന്ന് വിചാരിച്ച് അവർക്കടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് നീയ പറഞ്ഞു. അപ്പോഴാണ് അവൾ ആമിയെ ശ്രദ്ധിച്ചത്. ആദ്യം ആമി കല്യാണം കൂടാൻ വന്നതായിരിക്കുമെന്ന് കരുതി അവളൊരു ചിരിയോടെ ആമിയെ നോക്കി. പിന്നീടാണ് നീയ ആമിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദർശനയും അവരുടെ കഴുത്തിലെ തുളസിമാലയും ആമിയുടെ നെറുകയിലെ സിന്ദൂരവുമെല്ലാം ശ്രദ്ധിക്കുന്നത്. നീയ ഒരു നിമിഷം നടത്ത നിർത്തി അവരെ തന്നെ നോക്കി നിന്നു പോയി. അവളുടെ ഭാവം കണ്ടപ്പോൾ തന്നെ രാമചന്ദ്രന് ഭയമായി തുടങ്ങി. മോളെ, ചതിയായിരുന്നു എല്ലാം, നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇവർ. അമ്പി പറയുന്നത് കേട്ടപ്പോഴാണ് അവൾ അവരെ ശ്രദ്ധിക്കുന്നത്. എല്ലാവരും കൂടി ചേർന്ന് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പോലെ ഒരു വശത്തേക്ക് മാറി നിൽക്കുകയായിരുന്നു അമ്പിയും രാമചന്ദ്രനും. നീയ വേഗം അവർക്കടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ ഏട്ടാ, എന്താ അച്ഛാ സംഭവിച്ചത്? മോളെ, നമ്മളെ വിളിച്ചു വരുത്തി പറ്റിച്ചതാണ് ഇവർ. ദർശൻ ആമിയെ വിവാഹം കഴിച്ചു, ദേവി ആ മറ്റവനെയും. ഒരു കൂട്ടം ആളുകൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടവൻ്റെ ദേഷ്യവും സങ്കടവുമെല്ലാം ഉണ്ടായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ. എന്തൊക്കെയായി പറയുന്നത്? ഞാനൊന്ന് മാറി നിന്നപ്പോൾ എന്തൊക്കെയായി സംഭവിച്ചത്? മോളെ, ഞങ്ങൾക്കൊന്നും ചെയ്യാനായില്ല. നിയയുടെ അവസ്ഥ ഓർത്തുള്ള ഭയത്തിൽ മറുപടി പോലും പറയാനാവാതെ രാമചന്ദ്രൻ ദയനീയതയോടെ അവളെ നോക്കി. നിയ ദേഷ്യത്തോടെ ആമയുടെ അരികിലേക്ക് ചെന്നു. നീയാണോ ഇതിനെല്ലാം പിന്നിൽ? അതെ, യാതൊരുവിധ ഭാവമാറ്റവുമില്ലാതെ ആമി പറഞ്ഞു. അപ്പോ നീയെല്ലാം കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഞങ്ങളെ ചതിച്ചതാണ് അല്ലേ? അതെ. ഇനി ഇതിൻ്റെ പേരിൽ ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നത്?
ഉറക്ക ഗുളിക എടുത്ത് കഴിക്കോ അതോ വെയിൻ കട്ട് ചെയ്യോ? അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. ഗുളിക എടുത്ത് കഴിച്ചിട്ട് വെയിൻ കട്ട് ചെയ്തോ. അതാകുമ്പോൾ ഉറക്കത്തിലങ്ങ് മരിച്ചു പോയിക്കോളും. പുച്ഛത്തോടെ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ആമി പറഞ്ഞു. എടീ, നിയ ആമിയെ തല്ലാനായി കൈനീട്ടിയതും ദർശന കയ്യിൽ പിടിച്ച് തട്ടിക്കളഞ്ഞു. അത് വേണ്ട, ഇപ്പോൾ എല്ലാവിധ അധികാരവുമുണ്ട് എനിക്ക് ഇവളുടെ മേൽ. ഇനി ഇവളെ തൊട്ടാൽ നീ വിവരമറിയും. ഒരു താക്കീത് പോലെ പറഞ്ഞുകൊണ്ട് ആമിയെ ഒന്നുകൂടി അവനരികിലേക്ക് ചേർത്ത് നിർത്തി ദർശൻ. നിയ ദേഷ്യത്തോടെ ദേവിയെ നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു. നീയും കൂടി ചേർന്നാണല്ലേ ഈ ചതിക്ക് കൂട്ടുനിന്നത്? അതെ, പിന്നെ ചേച്ചി എന്താ കരുതിയത്? ചേച്ചിയുടെ തകർത്തുള്ള അഭിനയവും കണ്ണീർ നാടകവും എല്ലാം കണ്ട് മനസ്സലിഞ്ഞ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതാണെന്നോ? ആമിയൊരു ചിരിയോടെ നടന്ന് ദേവിക്കരികിലേക്ക് ചെന്ന് നിന്നു. സത്യം പറഞ്ഞ നല്ല ബ്രില്യൻ്റ് പ്ലാൻ ആയിരുന്നു നിങ്ങളുടേത്. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ ചെറിയൊരു പാളിച്ച പറ്റി. അതോടെ സംഭവം അങ്ങ് ചീറ്റിപ്പോയി. എന്തായാലും എന്താ, കാര്യങ്ങൾ ഇവിടം വരെ എത്തിയല്ലോ. അങ്ങനെ പറഞ്ഞ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ലാമി. നീ വ്യക്തമായി അങ്ങ് പറഞ്ഞു കൊടുക്ക്. ഇവിടെയുള്ള ചിലർക്കും സത്യങ്ങളൊന്നും അറിയില്ലല്ലോ, അവരും അറിയട്ടെ കാര്യങ്ങളൊക്കെ. ദേവി പറയുന്നത് കേട്ട് ആമി അവളെ നോക്കിയൊന്ന് ചിരിച്ചു. എല്ലാവരും കേട്ടോ, ഒറ്റ തവണയെ ഞാൻ പറയത്തുള്ളൂ. ദർശേട്ടൻ എന്നെ അവിടുന്ന് വിളിച്ചുകൊണ്ടുപോയ അന്ന് മുതൽ ചേച്ചി ഗംഭീര പ്ലാനിങ്ങിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൈകൊണ്ട് അഭിനയിച്ച് കാണിച്ചുകൊണ്ടൊക്കെയാണ് ആമി കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. സംഗതി എന്താണെങ്കിലും ആളൊരു അടാറ് പണി നമുക്കെതിരെ പ്ലാൻ ചെയ്തു. അതിൻ്റെ ആദ്യത്തെ ഘട്ടം, അതായത് അമ്പിയേട്ടൻ പതിവില്ലാതെ അമ്മയുടെ കയ്യിൽ നിന്നും കാപ്പിയും വാങ്ങി നീയ ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അതിനുശേഷം അമ്മയോട് വന്ന് പറയുന്നു ചേച്ചിയുടെ മുറിയിൽ സ്ലീപ്പിംഗ് പിൽസും ബ്ലേഡും ഒക്കെ കണ്ടെന്ന്. അതോടെ അമ്മ പേടിച്ചു. അക്കാര്യം അമ്മ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ സിരയിലും ഓടുന്നത് നിങ്ങളുടെ അതേ രക്തമല്ലേ. ഇത് എനിക്കുള്ള പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതെങ്ങനെയാണ് എന്താണ് എന്നൊന്നും എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുമ്പോഴാ ദേവദൂതയെ പോലെ ആ ഫോൺ കോൾ എനിക്ക് വന്നത്. ഫോൺ കോളോ? ആമി പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ദർശൻ ചോദിച്ചു. കേട്ടിരുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അതേ സംശയം. ആരുടെ ഫോൺ? ആമി ഒരു കള്ളച്ചിരിയോടെ തൂണിന് മറവിലായി നിൽക്കുന്ന ആളെ നോക്കി. ഇങ്ങ് മുന്നിലേക്ക് വാ എൻ്റെ ആൻറ്റി, ഇനി ഒളിച്ചുകളിയൊന്നും വേണ്ട. ആമി പറയുന്നത് കേട്ട് ഒരു ചെറിയ ചിരിയോടെ ആള് മുന്നിലേക്ക് വന്നതും നീയയും അമ്പിയും രാമചന്ദ്രനും ഞെട്ടലോടെ അവരെ നോക്കി. എല്ലാവരും നോക്കുന്നത് കണ്ട് സുജാതയൊന്ന് ഭയപ്പെട്ടു. നീ ഇതാരെയാ സുജാതയെ പേടിക്കുന്നത്? ഇവിടെയുള്ളവരെല്ലാവരും നിനക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. നിന്നെ പേടിപ്പിക്കുന്നവരെ നീ നോക്കണ്ട. പേടിച്ചു നിൽക്കുന്ന സുജാതയെ കണ്ട് ആമിയുടെ അമ്മ സുധ അരികിലേക്ക് വന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദർശേട്ടന് മനസ്സിലായോ ഇതാരാണെന്ന്? ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ വീട്ടിൽ. അന്ന് നിന്നെ ഇറക്കി കൊണ്ടുവന്നപ്പോൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പേര് സുജാത എന്നാണ് മോനെ. ഞാൻ ഇവരുടെ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്നു. എൻ്റെ അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന് വേണം പറയാൻ. ഞാനും കാർത്തിച്ചേച്ചിയും കഴിഞ്ഞ പിന്നെ അമ്മയുടെ സങ്കടങ്ങളും സന്തോഷങ്ങളെല്ലാം പങ്കുവെക്കുന്നത് സുജാത ആൻറ്റിയായിട്ടാണ്. സത്യത്തിൽ ആൻറ്റിയാണ് കാര്യങ്ങളെല്ലാം ഇവിടെ വരെ എത്താൻ നമ്മളെ സഹായിച്ച ആള്. ആമി പറയുന്നതിനോടൊപ്പം ദേവി കൂട്ടിച്ചേർത്തു. എന്നുവെച്ചാ? ഞാൻ പറഞ്ഞില്ലേ വിച്ചുവേട്ടാ, ചേച്ചിയുടെ മുറിയിൽ ബ്ലേഡും സ്ലീപ്പിംഗ് പിൽസും ഒക്കെ കണ്ടെന്ന്. അമ്പിയേട്ടൻ പറഞ്ഞിട്ട് അമ്മയാകെ പേടിച്ചു പോയെന്ന്. അമ്മ അത് എന്നെ വിളിച്ച് പറഞ്ഞതിന് പുറകെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സുജാത ആൻറ്റി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ദേവിക്കും രാധികാമ്മയ്ക്കും ഒപ്പമായിരുന്നു. ആൻറ്റിയാണ് ഇവരുടെ ഗൂഢാലോചനയെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ആൻറ്റി തന്നെ പറ, എന്താണെന്ന് കേട്ടതെന്ന്. അന്ന് ചേച്ചി പേടിച്ചെന്നോട് റൂമിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അടിച്ചു തുടയ്ക്കാൻ വേണ്ടി മുകളിലോട്ട് പോയപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം തന്നെ നിയയുടെ മുറിയിൽ കയറാൻ പോയി. പക്ഷേ വാതിൽ തുറക്കാൻ പോയപ്പോഴല്ലേ ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. ചേച്ചി ഉറങ്ങിയതിന് ശേഷം അമ്പിയും നിയയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ഏതൊരു ഡോക്ടറെ ഇവരെ സഹായിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് രാമചന്ദ്രൻ സാറ് പിന്നെ അമ്പി കുഞ്ഞ് വിളിച്ചു പറഞ്ഞതുപോലെ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. പിന്നെ ചേച്ചി വഴി ആമിമോളെയും മോൻ്റെ പെങ്ങളെയും അങ്ങോട്ട് വിളിപ്പിക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. സത്യം പറഞ്ഞ ഞാൻ എല്ലാം കേട്ട് പേടിച്ചു പോയി. ആരെങ്കിലും സ്വന്തം അമ്മയെയും കൂടപ്പിറപ്പിനെയും ഇങ്ങനെയൊക്കെ ചതിക്കാൻ ശ്രമിക്കുമോ?
ചേച്ചിയോട് ഇതൊന്നും പറയാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. കാരണം ചേച്ചി താങ്ങില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ പണി കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോയി. അവിടെ വെച്ചാണ് ഞാൻ ആമിക്കുഞ്ഞിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. നീയയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അമ്പിയും രാമചന്ദ്രനും അതേ അവസ്ഥ തന്നെയായിരുന്നു. കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടായിരുന്നു. 3 പേരും ഒരുപോലെ ചിന്തിച്ചു. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ രാധികാമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ തന്നെ ദർശേട്ടനെ വിളിച്ച് പറയാമെന്നാണ്. കിട്ടിയത് പോരാഞ്ഞിട്ടായിരിക്കും പിന്നെയും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞ് രാധികാമ്മ ദേഷ്യപ്പെട്ടു. ദേവിയും അതുതന്നെയാ പറഞ്ഞത്. പക്ഷേ ഏട്ടനെ വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോൾ ഇവളെൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കട്ട് ചെയ്തു. ഇവൾ എന്നോട് പറഞ്ഞത് തല്ലിയാലും പറഞ്ഞ് മനസ്സിലാക്കിയാലും ഒന്നും അവർക്ക് മനസ്സിലാവില്ലെന്നാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അനുഭവിച്ച അതേ വേദന അവരും അനുഭവിക്കണമെന്ന്, അതേ അവസ്ഥയിൽ അവരും എത്തണമെന്ന്. ആദ്യം ഞാനും അമ്മയും അത് സമ്മതിച്ചില്ല. പക്ഷേ ആമയ്ക്ക് വാശിയായിരുന്നു. പിന്നെ എങ്ങനെ വാശി കാണിക്കാതിരിക്കും ദർശേട്ടാ? ഒരുപാട് ദ്രോഹം ചെയ്തിട്ടും എല്ലാം ക്ഷമിച്ചല്ലേ അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്നിട്ടും ഇവർ അവസാനിപ്പിച്ചോ? ദ്രോഹിക്കാൻ പറ്റാവുന്ന അങ്ങേയറ്റം ദ്രോഹിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും അടങ്ങില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ എങ്ങനെയാ ദേവിക്കൊച്ച് നിനക്കൊപ്പം നിൽക്കാമെന്ന് സമ്മതിച്ചത്? വിച്ചുവിന് അതറിയാനായിരുന്നു ആകാംക്ഷ. അതിന് ഞാൻ അറ്റ കൈക്കൊരു പ്രയോഗം അങ്ങ് നടത്തി. അന്ന് കല്യാണ വീട്ടിൽ വെച്ച് ഇവൾ കരഞ്ഞതും അച്ഛനും അമ്മയും ദർശേട്ടനുമൊക്കെ സങ്കടപ്പെട്ടതൊക്കെ ഓരോന്നായി ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ഇവളുടെ ആ പാവം ബാബുവൊക്കെ മാറി അവിടെ ഒരു ഭദ്രകാളി രൂപപ്പെട്ടു തുടങ്ങി. അതുപോലെ ഇവരെയും നമുക്കൊന്ന് കരയിച്ചാലോ എന്ന് അവസാനം ഞാൻ ചോദിച്ചു. അതോടെ എൻ്റെ ദേവൂട്ടി ഫ്ലാറ്റ്. എല്ലാവരും അവളുടെ പറച്ചിൽ കേട്ട് ചിരിച്ചു പോയി. അമ്മ എന്നിട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ദേവി സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. ആദ്യമൊന്ന് ബലം പിടിച്ചെങ്കിലും കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ അച്ഛൻ ഞങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. അമ്മയെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അച്ഛൻ തന്നെ ശ്രമിച്ചു. പിന്നെ എല്ലാം ഞങ്ങളുടെ പ്ലാനിംഗ് ആയിരുന്നു. സത്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ കരുതിയത് അച്ഛനും അമ്പിയേട്ടനും കൂടി എന്നോട് ചേച്ചിക്ക് വേണ്ടി ദർശേട്ടനെ വിട്ടുകൊടുക്കാൻ പറയുമെന്നായിരുന്നു. പക്ഷേ അവിടെ അമ്പിയേട്ടനെ വെച്ച് ഇങ്ങനെയൊരു പ്ലാനിംഗ് നടത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദേവി അവിടെ എങ്ങനെ പ്രതികരിക്കുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി തന്നെ ഇവൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ ഇവിടം വരെ എത്തി. നിനക്ക് എങ്ങനെ തോന്നി എന്നെ ഇങ്ങനെ ചതിക്കാൻ? ഇവർക്ക് വേണ്ടി നീ എന്നെ വേദനിപ്പിച്ചു അല്ലേ? ആമിക്കരികിലേക്ക് ദേഷ്യത്തോടെ വന്നുകൊണ്ട് നീയെ ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് ചെയ്യാൻ ശ്രമിച്ചത് അത് ദ്രോഹല്ലേ? ഞാൻ ചേച്ചിയുടെ അനിയത്തിയല്ലേ? എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയല്ലേ ചേച്ചി പൊട്ടിച്ചെടുക്കാൻ നോക്കിയത്? ചേച്ചിയോട് ദർശേട്ടന് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ സന്തോഷത്തോടെ വിട്ടു തന്നേനെ ഞാൻ ചേച്ചിക്ക്. പക്ഷേ ഇവിടെ ദർശേട്ടൻ ചേച്ചിയെ സ്നേഹിച്ചിട്ടില്ല. ചേച്ചിക്കും ദർശേട്ടനോട് സ്നേഹമല്ല, വാശിയാണ്, നേടിയെടുക്കാനുള്ള വാശി. ആമി അമ്പിയുടെയും രാമചന്ദ്രൻ്റെയും അടുത്തേക്ക് നടന്നു ചെന്നു. ചേച്ചിയെപ്പോലെ തന്നെയല്ലേ ഞാനും നിങ്ങൾക്ക്. എന്നിട്ടും എന്താ എൻ്റെ സങ്കടം നിങ്ങൾ കാണാൻ ശ്രമിക്കാത്തത്? ചേച്ചി ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി എത്ര പേരുടെ ജീവിതം നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചു. ബാക്കി എല്ലാവരുടെയും കാര്യം വിട്. ദേവി, അവളെ നിങ്ങൾ എത്ര ദ്രോഹിച്ചു. എന്നിട്ടോ നിങ്ങൾ തകർത്തെറിഞ്ഞ ജീവിതം അവൾ തിരിച്ചു പിടിച്ചപ്പോൾ അവളെ പിന്നെയും നിങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ചതിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന്? രാമചന്ദ്രന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ചതിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആമി ദേഷ്യത്തോടെ സംസാരിച്ചതായിരുന്നു അയാളെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. അമ്പി, നമ്മൾ എന്തിനാണ് ഇവൾ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുന്നത്? നമുക്കെന്ത് ആവശ്യമിരിക്കുന്നു? നീ നിയമോളെ വിളിച്ചിട്ട് വാ, നമുക്ക് പോകാം. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് രാമചന്ദ്രൻ തിരിഞ്ഞതും അതേ വേഗതയിൽ തന്നെ അയാളെ ഡാനി തിരിച്ച് ആമിക്ക് മുൻപിലേക്ക് നിർത്തി. അങ്ങനെ പറഞ്ഞു പോകല്ലേ ആമീൻ്റെ അച്ഛ. ആമിക്ക് പറയാനുള്ളത് മുഴുവൻ അങ്ങ് കേൾക്ക്. ഇല്ല ഡാനിച്ച, എനിക്ക് കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനില്ല. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു മറുപടിയെങ്കിലും എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. തെറ്റുപറ്റിപ്പോയതാണ് മോളേന്ന് എന്നെങ്കിലും പറയുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇല്ല, ഇവരൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോഴേക്കും അമ്പിയും തിരിഞ്ഞു നടക്കാനൊരുങ്ങി. നിങ്ങളോട് ആ ചേട്ടൻ പറഞ്ഞതല്ലേ കേൾക്കാനുള്ളതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്? കൃഷ് അവനെയും നേരെ പിടിച്ചു നിർത്തി ദേഷ്യത്തോടെ പറഞ്ഞു. അവൾക്കിനി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? അമ്പിയും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെയങ്ങ് പോവല്ലേ ചേട്ടാ, എനിക്ക് പറയാനുള്ളതേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ.
ഇവിടെ ഏട്ടനോട് സംസാരിക്കാൻ വേറെയും കുറച്ച് ആളുകളുണ്ട്. അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ട് തരാനുള്ളതെല്ലാം വാങ്ങിച്ചിട്ട് ഏട്ടൻ പോയാൽ മതി. ആമി ദേവിയെ നോക്കി ചിരിച്ചുകൊണ്ട് അമ്പിയോടായി പറഞ്ഞു. ദേവി ആമി പറയുന്നത് കേട്ട് മുന്നിലേക്ക് നടന്നു വന്നു.